നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു കാർ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരുപോലെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് ഇന്ന് വരെ കൊടുത്തിട്ടുള്ള നമ്മൾ ഇവരുടെ ഒരു കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നത് കാണാത്തൊരു നിർബന്ധമായും കയറി കാണണം. വൻ ഓഫറിൽ നിങ്ങൾക്ക് ഒരുപാടധികം സാധനങ്ങൾ ഉൾപ്പെടെയായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും അതുപോലെ തന്നെ സ്പീക്കറും മാറ്റും സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിർബന്ധമായിട്ടും അത് കയറി കാണാത്തവർ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കോയമ്പത്തൂർ ഷിഫ കാർസിൽ കുറേ അധികം മറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഒരു 100-150ഓളം പ്രോഡക്റ്റ്സ് ഉണ്ട്, പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷിഫ കാർസിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇവരുടെ വീഡിയോസൊക്കെ മില്യൺ അടിക്കാത്ത ഒരു വീഡിയോ പോലും എല്ലാ വീഡിയോയിലും നമുക്ക് മില്യൺ വ്യൂ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാടധികം ആൾക്കാർ വില കുറച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാടധികം കിടിലൻ സാധനങ്ങൾ ഇവിടെ അങ്ങേയറ്റം വില കുറച്ച് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡൽഹി പോയാൽ പോലും ഈ ഒരു പ്രൈസിൽ തന്നെയാണ് സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റിൽ നിങ്ങൾക്ക് അത്രയ്ക്കും വില കുറച്ചിട്ട് നിങ്ങൾ കാറിന് വേണ്ട ആക്സറീസ് വേണമെങ്കിൽ നമ്മുടെ ഷിഫ കാർസിലേക്ക് തന്നെ വരണം കേട്ടോ. കാരണം ഇവരുടെ നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തതിലും ഇത്രയധികം ആൾക്കാർ കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു 1000-ൻ്റെയും 10,000-ൻ്റെ അടുത്തിപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. കാരണം അത്രയധികം ആൾക്കാർ വന്ന് വാങ്ങുന്നതിൻ്റെ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ, അത് ഇവിടെയുള്ള പ്രൈസ് തന്നെയാണ്. അത് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഞെട്ടിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഡിസ്കൗണ്ടാണ് ഇപ്രാവശ്യം ഇവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരുന്ന നാസിബ് ബ്രോ, ഹലോ ബ്രോ, റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ആള് വൈറൽ താരാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാസിബിൻ്റെ എല്ലാ വീഡിയോസും മാക്സിമം ആൾക്കാർ കാണും അല്ലേ? അതെ, അത് നമ്മുടെ പ്രൈസ് ഡിസ്കൗണ്ട് തന്നെയാണ് അല്ലേ? പ്രൈസ് ഡിസ്കൗണ്ട്, പിന്നെ നമ്മളുടെ ഒരു ഡീലിംഗ് ഒക്കെ ബെറ്റർ ആണ്. അതെ, അതായത് പിന്നെ വേറൊരു കാര്യം പറയാം, പിന്നെ ഇവിടെ പലരും നെഗറ്റീവ് കമന്റ് ഇടും. കാരണം ക്വാളിറ്റി ഇല്ലാത്ത ലോക്കൽ പ്രോഡക്റ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എൻ്റെ വണ്ടി ഇരിക്കുന്ന സകല സാധനങ്ങളും ഇവരുടെ കടകളിലാണ് അല്ലേ? എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിൻ്റെ അകത്ത് ഇരിക്കുന്നതൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുള്ളത്. എല്ലാം ക്വാളിറ്റി നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിൽ അടിപൊളിയാണ്. പിന്നെ എന്ത് സാധനം എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കുക അല്ലേ? അതെ, നമുക്ക് ബേസിക് ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, മീഡിയം ഉണ്ട്. കസ്റ്റമർക്ക് ഏത് വേണോ അത് നമ്മൾ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ എന്താണോ അതിനനുസരിച്ച് സാധനം കൊടുക്കും. ഇതിപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 10, 45, 50 പ്രൊഡക്റ്റോളം നമുക്ക് ഇത് കാണിക്കാണ്ട് അല്ലേ? ഇതുവരെ ആരും കാണിക്കാത്ത, ആരും തരാത്ത വിലയിൽ ഇപ്രാവശ്യം നമുക്ക് സീരി കൊടുക്കാം അല്ലേ? കൊടുക്കുക. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തുടങ്ങിയാലോ? നമുക്ക് സമയം കളയണ്ട, ഇന്ന് നേരം കൂടുക. അപ്പോൾ ആദ്യത്തെ പരിപാടി തന്നെ നമുക്ക് സാധാരണ എപ്പോഴും നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് തുടങ്ങാം അല്ലേ? ചെറിയ സാധനങ്ങൾ. അതെ അതെ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് റാറ്റ് സ്പ്രേ ഉണ്ട്, ക്യാമറ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇത് നമുക്ക് കാറിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ആണ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു 150 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് കൊടുക്കുക. അതായത് ഇത് ഓൺലൈനിൽ പോലും നിങ്ങൾക്ക് 150 രൂപ റേഞ്ചിലൊന്നും ഈ സാധനം കിട്ടില്ല. കാരണം ജസ്റ്റ് നോക്കാൻ കാണിച്ചു പെട്ടെന്ന് പറഞ്ഞു കുറേ സാധനം കാണിക്കാണ്ട് സ്പീഡിൽ പറഞ്ഞു പോവാം. ഇത് 150 റുപ്പീസിൽ സ്റ്റാർട്ടിങ് ഉണ്ട് അല്ലേ? അത് നമുക്ക് 10 രൂപ ലാഭം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ 10 രൂപ ലാഭം കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസ് ആണ് അല്ലേ? ഹോൾസെയിൽ പ്രൈസ് ആണ്. അതായത് കേരളത്തിലേക്കൊക്കെ ഒരുപാടധികം ആൾക്കാർ കടകളിലേക്ക് ഹോൾസെയിൽ കൊണ്ടുപോകുന്ന സാധനത്തിന്റെ അതേ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം, എവിടെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഇത് കുറെ ഐറ്റംസ് ഉണ്ട് അല്ലേ? അങ്ങനെ കുറെ ഐറ്റംസ്. പെർഫ്യൂം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് 150, പിന്നെ അങ്ങനെ 200, 250, 300 ക്വാളിറ്റിനനുസരിച്ച്. പക്ഷെ 250 എന്ന് പറഞ്ഞാൽ ഇതിന്റെ MRP ഒക്കെ കൂടുതലാണ്. നമ്മള് 325 ആണ്, ഇത് നമ്മൾ 250 കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി കമ്പനി സാധനം വരുമ്പോ അങ്ങനെ 300 വരെ വരും. ഇത് നമ്മള് വൈപ്പർ ഫ്ലൂയിഡിന്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം അടിച്ച് വൃത്തിയാക്കി നല്ല ക്ലാരിറ്റി കിട്ടും. ഇങ്ങനത്തെ ഒരുപാട് പല ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എത്ര വരും? 100 രൂപ. ഇത് 60 രൂപ. 60 രൂപ ഉള്ളൂ. 60 റുപ്പീസ് വരും. ഓക്കെ. ഇത് ഒരു കുറെ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പറ്റും. ആ ഫുൾ ടാങ്കിൽ ഇതിലൊരു പകുതി വെച്ചാൽ മതി, 2 തവണ യൂസ് ചെയ്യാം. അങ്ങനെ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിന് 60 രൂപ ഉള്ളൂ. 60 രൂപ ഉള്ളൂ. അതെ. പിന്നെ ഈ മറ്റേ ക്ലോത്ത് ചാമിന്റെ. അതെ അതെ. ഇത് നമ്മുടെ റബ്ബർ ക്ലോത്ത്. അത് വണ്ടി കഴുകാൻ, വണ്ടി തുടയ്ക്കാൻ ഏറ്റവും അടിപൊളി സാധനമാണ്. വലിയ സൈസ് തന്നെ. ഇത് 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് 100 രൂപ വരുള്ളൂ. 100 രൂപ. 100 രൂപ വരുള്ളൂ. ഇതൊക്കെ ഓൺലൈനിൽ തന്നെ ഞാൻ ഏകദേശം 150, 200 രൂപയ്ക്ക് പല സാധനങ്ങളും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഡെലിവറി ചാർജ് ഒക്കെ അടക്കം നിങ്ങൾക്ക് ഒരു 180 രൂപ വരും. ഇപ്പൊ 100 രൂപ നമ്മൾ ഒരു സാധനമായിട്ട് വാങ്ങണ്ട, കുറച്ച് അധികം സാധനങ്ങൾ ചെറിയ പൈസക്ക് മേടിച്ചു. അപ്പൊ പിന്നെ ഡെലിവറി വലിയ വിഷയമില്ല. നമ്മുടെ കോൺസെപ്റ്റ് അതന്നെ. ഒന്ന് മേടിക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ വണ്ടിയിലൊക്കെ നമ്മൾ ഈ എന്താ പറയാ ഒരു രസത്തിന് വെക്കൂലേ, ഈ സോളാറിൽ കറങ്ങുന്ന സാധനം അല്ലേ? അതല്ലേ ഇത്? അതെ, ഇതൊക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങൾ. ഇതൊക്കെ എന്ത് പ്രൈസ് ഉണ്ട് ബ്രോ? ഇതൊക്കെ നമുക്കൊരു 300 വരും. ഇത് ക്രോം പ്ലേറ്റിംഗ് ആയാലും 300. ഇതിൽ ബേസിക് 150 രൂപ വരുള്ളൂ. ഓക്കെ. നമ്മുടെ ആൾക്കാർ വരുമ്പോൾ 300 എന്നൊക്കെ എന്തെങ്കിലും കുറച്ച് കൊടുക്കണ്ടോ ബ്രോ? എന്തായാലും കൊടുക്കാം. ഇതൊക്കെ ഒരു 150 രൂപ വരുള്ളൂ. ഓക്കെ. കാരണം ഇതൊക്കെ നമുക്ക് വേഗം പറഞ്ഞു, കാരണം അധികം എല്ലാവർക്കും ഇങ്ങനെ ആവശ്യപ്പെടുന്ന സാധനം ആയിരിക്കില്ല. സാധനമാണ്. അതെ അതെ അതെ. അതാണെങ്കിലോ പിന്നെ ഇങ്ങനത്തെ ഫ്ലൈറ്റ് ഇത് 300 രൂപ വരും. 300. ഇത് 2 വിമാനത്തിന്റെ പിന്നില് നിങ്ങൾക്ക് സോളാർ പാനൽ വരും. വെയിൽ തട്ടുമ്പോൾ ഇതിങ്ങനെ കറങ്ങും. പിന്നെ വേറൊരു കേസ് ഉണ്ട്, ഇത് ഭംഗിക്ക് വെക്കുന്നതല്ല, ഇത് ഒരു എയർ ഫ്രഷ്നറും കൂടി ഉണ്ട്. സ്മെല്ല് ഉണ്ടാവും കേട്ടോ. എയർ ഫ്രഷ്നർ ഉണ്ട്. ഇതിൽ നമുക്ക് ഒറ്റിച്ചു കൊടുക്കാം, ലിക്വിഡ് ഉണ്ടാവും. അപ്പൊ വണ്ടിനകത്ത് സ്മെല്ലും കിട്ടും അല്ലേ?
ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് കേട്ടോ. ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് മൊബൈൽ സ്റ്റാൻഡ് അല്ലേ? ഓട്ടോമാറ്റിക് മൊബൈൽ സ്റ്റാൻഡ്. ഇതിപ്പോ നമുക്ക് സ്ഥിരം വരുന്ന സാധനമല്ല, ഇത് ജസ്റ്റ് ഒരു ലോട്ടാണ്. ഇത് നല്ല വിലയുള്ള സാധനമാണ്, 1000 rupees ഒക്കെ ഉണ്ട്. നമ്മള് ഒരു ലോട്ടായിരുന്നു ഒരു 200 രൂപ വെച്ച് കൊടുക്കും. 200 രൂപ. അതായത് പവർ കുത്തിയിട്ടാൽ ഇത് മോശനാണ്, ഫോൺ കൊണ്ടുവരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും അല്ലേ? പ്ലസ് വയർലെസ് ചാർജറും ഉണ്ട്. വയർലെസ്സും ഉണ്ട്. അതിന് 200 രൂപയ്ക്ക് കൊടുക്കണേ? 200 രൂപ ലോട്ട് സാധനമാണ്. എന്തുവാടാ 200 രൂപയ്ക്കൊക്കെ വയർലെസ് ചാർജർ അടക്കാം കേട്ടോ. ഇത് മിസ് ചെയ്യരുത്, ആർക്കും വേണം. ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, വാറന്റി ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? വാറന്റി ഒന്നുമില്ല. അത് കാരണം 200 രൂപയ്ക്ക് ഇവൻ ചോദിക്കും നിങ്ങൾക്ക് ഒരു പെണ്ണും കൂടി കെട്ടിച്ചേർക്കാൻ, ഞാൻ മിണ്ടുന്നില്ല. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടിയിൽ വെക്കുന്ന കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഭംഗിക്ക് വെക്കുന്നതാണ്, ഒക്കെ റേറ്റ് കുറവാണ്. ഇപ്പൊ ഇതൊക്കെ ഭംഗിക്ക് വെക്കുന്ന സാധനമാണ്. ഇപ്പൊ ഡാഷ്ബോർഡിൽ ഇതൊക്കെ നോക്കി പുതിയ ഐറ്റംസ് ആണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിരുന്നു, അത് സച്ചിനും എല്ലാവരും വിരാട് കോഹ്ലിയും റൊണാൾഡോയും മെസ്സിയും. ഇതിപ്പോ സീസൺ ആവുമ്പോ ആൾക്കാർ മേടിക്കും. ഫുട്ബോൾ സീസൺ വരുമ്പോ മെസ്സിയും റൊണാൾഡോ ആയിരിക്കും, ബാക്കി സമയത്ത് വിരാട് കോഹ്ലി. സാധനം രസമുണ്ട് കേട്ടോ. അതായത് അങ്ങനെ അങ്ങനെ ഇരുന്ന് അടിക്കോളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെയൊക്കെ ഫേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മളുടെ ഇത് അവൈലബിൾ അല്ല. നമ്മുടെ ഇങ്ങനത്തെ റെഡിമെയ്ഡ് ഇമ്പോർട്ടഡ് സാധനങ്ങൾ ഇതൊക്കെ ഒരു 300 രൂപ വരുള്ളൂ. ഹൈ ക്വാളിറ്റി സാധനങ്ങൾ. അതുപോലെ ഡോർ ബീഡിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിഫ്ലക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വീൽ മോട്ടിക്കുന്നത് ഇതൊക്കെ എന്ത് വിലയുണ്ട്? ഇത് ബ്രാൻഡഡ് 3R ഒറിജിനൽ 150. നമുക്ക് വില കുറഞ്ഞത് 100 രൂപ 80 രൂപ തൊട്ടുണ്ട്. ഇത് വീൽ ഒട്ടിക്കുമ്പോ റണ്ണിംഗിൽ നിങ്ങൾക്ക് ഒരു നിയോൺ ലൈറ്റ് പോലെ അങ്ങനെ കാണാം. ഇതിന്റെ വേറെ കളേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? ഈ പച്ച ഉണ്ട്, പച്ച, റെഡ്, ഗ്രീന്, പിന്നെ ബ്ലൂ ഒക്കെ ഉണ്ടോ? ഇതൊക്കെ എന്ത് വിലയുണ്ട്? ഇതൊക്കെ ഒരു 50 rupees. 50 രൂപ. 50 രൂപ ഒന്നിന്. അപ്പൊ 4 ടയറിനും കൂടി ഒരു 200 രൂപ. ഇതിലൊരു വണ്ടിക്ക് ഫുൾ ഉണ്ടാവും. അങ്ങനെയുണ്ട്. ഓ, ഇത് മൊത്തം വണ്ടിക്കും പറ്റും. മൊത്തം ഒരു കിറ്റ് മൊത്തം ഒരു വണ്ടിക്ക് 3 ഒരു ടയറിന് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാം. ഓ, അങ്ങനെ അല്ലേ? അപ്പൊ 50 രൂപയ്ക്ക് 4 വണ്ടിക്ക് ഒട്ടിക്കാം കേട്ടോ. രസത്തിന് വേണ്ടി പറയുന്ന കേട്ടോ, എല്ലാം നമ്മൾ വലിയ സാധനം മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. ഇതൊക്കെ ചെറിയ പെർഫ്യൂംസ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിക്കണം, ഇത് നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും. അത് വിൻഷീൽഡ് എന്തെങ്കിലും ക്രാക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു സെക്ഷൻ ഒക്കെ വെച്ചിട്ട് ലിക്വിഡ് കുറെ റീൽസിൽ കണ്ടിട്ടുണ്ടാവും. എന്റെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ട്. ഇത് വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണ്. ഇത് വലിയ പൊട്ടലിന്റെ കേസല്ല പറയുന്നത്, കല്ലടിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ചിന്നൽ പോലെ വരില്ല, ചെറുതായിട്ട് ഇങ്ങനെ. അതൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ വാക്യൂം വെച്ച് ലിക്വിഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പോലെ ലിക്വിഡ് ആണ്. അതെ അല്ലേ? അത് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അത് പക്കയായിട്ട് വരും. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഇനി ഷാർക്ക് ഫിൻ ആന്റിനാസ് ഒക്കെ വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. ഷാർക്ക് ഫിൻ ആന്റിനാസ് ഡമ്മി എടുക്കുക വെച്ചെങ്കിൽ 150. അല്ല, നോർമൽ ഇത് നമ്മൾ വില പറഞ്ഞില്ലല്ലോ. ഇത് 300 രൂപ. 300 രൂപ വിൻഷീൽഡ് റെഡിയാക്കാം. ഓൺലൈനിൽ നിങ്ങൾക്ക് 700 rupees റേറ്റ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കിയോ. കാരണം 5000-നും 6000-നൊക്കെ ഗ്ലാസ് മാറ്റുന്നതിന് മുമ്പ് ഒന്ന് പരീക്ഷ നോക്കിക്കോ കേട്ടോ. പിന്നെന്താ ഇതിനകത്ത് ഈ ഷാർക്ക് ഫിൻ ആന്റിന ബേസിക് നിങ്ങൾക്ക് 150, ഒരു സിമ്പിൾ മോഡൽ ഒരു 200, FM വർക്കിംഗ് മോഡൽ 250. 3 റേറ്റിലുണ്ട്. ഒരുവിധം എല്ലാ വണ്ടിന്റെ ഉണ്ടോ? ഒരുവിധം എല്ലാ വണ്ടിക്ക് സൂട്ട് ആവും. കോമൺ ആണ്. അതിന്റെ പല കളറും ഉണ്ട് കേട്ടോ. വൈറ്റ് ഒക്കെ ഉണ്ട്, സിൽവർ, വൈറ്റ്. നമ്മുടെ 3R-ന്റെ മെയിൻ സാധനം അല്ലേ? ഓൺലൈൻ പ്രൈസ് വരെ 300 രൂപ വിലയുള്ള സാധനം കേട്ടോ. ഇത് 150 രൂപ ഒറിജിനൽ. നമ്മൾ 150 രൂപ ഒറിജിനൽ. 3R ഒറിജിനലാണ്. കോപ്പി എടുക്കുക 100 രൂപ. 100 രൂപ അല്ലേ? ഇത് 300 രൂപ ഓൺലൈനിൽ പ്രൈസ് ഉള്ള, വേണം അടിച്ചു നോക്കിയോ. ആ സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ളത്. അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരുന്നതാണ്. നിങ്ങൾക്ക് 150 രൂപയ്ക്ക് തരുന്ന കേട്ടോ, നേരെ പകുതി പൈസക്ക്. പിന്നെ റെയിൻ സ്റ്റിക്കർ ഉണ്ട്, ബമ്പറിന്റെ ക്ലിപ്പ് ഉണ്ട്, റെയിൻ സ്റ്റിക്കർ ഉണ്ട്, അതുപോലെ എയർ ഫ്രഷ്നറുകള്, ചെറിയ ആന്റിനാസ്, ചെറിയ ഐറ്റംസ് കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അതൊക്കെ വേണമെങ്കിൽ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ക്ലീനിങ് സാധനങ്ങൾ അല്ലേ? ക്ലീനിങ് സാധനങ്ങളാണ് ഇതൊക്കെ. വണ്ടി കഴുകുന്നൊക്കെ അല്ലേ? കഴുകുന്നൊക്കെ ജസ്റ്റ് ഒരു 100 രൂപ വരുള്ളൂ. 100 രൂപ വരുള്ളൂ ഷാമ്പൂ. ഗ്ലാസ് ക്ലീനർ കേട്ടോ. ഗ്ലാസ് 80 രൂപ വരുള്ളൂ. 80 രൂപ, 80 rupees വരുള്ളൂ. അതൊക്കെ നല്ല വിലയുണ്ട്. ഇതൊക്കെ നോക്കി നല്ല മെയ്ഡ് ഇൻ യൂസ് സാധനമാണ്. ഇത് ഒറിജിനൽ യൂസ് ഒറിജിനൽ സാധനമാണ്. 200 രൂപയ്ക്ക് കൊടുക്കുക. 200 രൂപ. ഞാൻ പറയുന്നത് ഇതൊക്കെ നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ അവർ കാണുമോ ഒറിജിനൽ യൂസ് ആണ്? ഉറപ്പല്ലേ? ഉറപ്പാണ്. അടിപൊളി. ധൈര്യമായിട്ട് അടിച്ചു നോക്കിക്കോട്ടെ. സാധനം ബ്രാൻഡ് നോക്കിയോ. ആ സാധനം 200 രൂപയ്ക്ക് വരും. ഇവിടെ നമ്മുടെ ഷോപ്പിൽ സംബന്ധിച്ചോളം നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ സാധനമുണ്ട്. പോളിഷ് ചെയ്യുന്ന ഇത് വാഷ് ആൻഡ് വാക്സ്. നിങ്ങൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് വാക്സ് പോലെ ഉണ്ടാവും അല്ലേ? ഡാഷ്ബോർഡ് സ്പ്രേ. ഇതൊക്കെ ഈ വണ്ടീന്റെ പുറത്തൊക്കെ വരുന്ന ഈ റബ്ബർ പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഇല്ലേ, ബ്ലാക്ക് കളർ, അത് കളറാക്കാൻ പറ്റിയ സാധനം ഉണ്ടോ? അതിന്റെ സാധനം ഉണ്ട്. അതിപ്പോ സ്റ്റോക്കിൽ. അത് പ്ലാസ്റ്റിക് റീസ്റ്റോറർ എന്ന് പറയും. അത് തന്നെ. അത് അടിച്ച് നമ്മുടെ വണ്ടീന്റെ ഒക്കെ പുറത്തെ ക്ലാഡിംഗ് വരുന്നുണ്ട്, അത് എപ്പോഴും മങ്ങല. അത് ഒരു 300 rupees വരുള്ളൂ. പെയിന്റ് പോലെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കൂലേ? അയച്ചുതരാം. അതുപോലെ തന്നെ ഇതൊന്നും സംഭവം സ്ട്രിപ്പ് ലൈറ്റ്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ മുകളിൽ ഒരു ഓഡിയോ ലൈറ്റ് എന്ന് പറയും. റണ്ണിങ് ആയി കളിക്കും. 2 ഹെഡ്ലൈറ്റിന്റെ മുകളിലൊക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ ആ DRL കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ 2 ഹെഡ്ലൈറ്റിന് 300 രൂപ വരുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓൺലൈനിൽ വരെ നല്ല പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഓൺലൈൻ പറയുന്നത് എല്ലാവരും പറയുന്ന ഓൺലൈൻ പ്രൈസ് കുറവാണെന്നാണ്, അതുകൊണ്ടാണ് ഓൺലൈനിൽ പറയുന്നത്. അതെന്താ സംഭവം? പിന്നെ ഇവിടെ നമ്മുടെ സിംഗിൾ ഹാൻഡ് ഡ്രൈവിംഗ് 150 കറക്കുന്നത് അല്ലേ? ഇത് നമ്മുടെ ജെൽ ടൈപ്പ് ഗിയർ നോബ്.
ഇത് മെറ്റൽ ഇത് ടൈപ്പ് അതേ സെയിം സാധനമാണ് എന്റെ കയ്യിൽ പറഞ്ഞിരിക്കണേ. ഇതിന്റെ കുറെ ടൈപ്പ് ഉണ്ട് അല്ലേ? ഇത് ട്രെൻഡ് ഐറ്റമാണ്. ഇത് ഓരോ ട്രെൻഡിനും ഓരോ മോഡൽ വന്നുകൊണ്ടേ. അതിൽ വേറെ സംഭവം കാണിച്ചാൽ ഈ ഇരിക്കുന്നത് കണ്ടോ, അതായത് അത്യാവശ്യം ഭ്രാന്തന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റും. ഇത് വേറെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ രസമുണ്ട് കേട്ടോ, അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നല്ല മെറ്റലാണ് അല്ലേ? ഇത് നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഉണ്ട്. അതായത് നമ്മുടെ കുറച്ച് കോസ്റ്റ്ലി 450 വരും. ഈ നോർമൽ സാധനമൊക്കെയോ? ഇത് പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. ഈ മോമോയിൽ വരുന്ന മാക്സിമം ഐറ്റം ലെതർ, പ്രോപ്പർ ലെതർ തന്നെയാ. നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. അതല്ലേ? ഇതൊക്കെ നോക്കി, പിന്നെ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും. അതിന് എത്ര റേറ്റ് വരുന്നത്? 450. അതുപോലെ തന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇത് കണ്ടോ നിങ്ങൾ, അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. ഒരു 5 ഗിയറുള്ള വണ്ടിയിലേക്ക് ഈ റിവേഴ്സ് സെപ്പറേറ്റ് വരാത്ത എല്ലാ വണ്ടിക്കും നല്ല നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി ലെതർ ക്വാളിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ i20 ഇരിക്കുന്നത് റിവേഴ്സ് ഒക്കെ ഉള്ള സാധനമാണ്. 4800 രൂപ സാധനത്തിന്റെ വില കേട്ടോ. നമ്മുടെ അതിന് പറ്റുന്നുണ്ടോ? നോട്ടെ, ഒറിജിനൽ കമ്പനി സാധനത്തിന് 4800 വില. ഇതല്ല നോട്ടെ, അതുണ്ടെങ്കിൽ ഒരെണ്ണം വേണം. അത് നമ്മൾ അന്ന് മുതലേ നോക്കുന്നു, നമുക്ക് അന്ന് മുതലേ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇതൊക്കെ നോക്ക്, എന്ത് ക്വാളിറ്റി ഒന്നുണ്ടോ. ഇതിനെന്ത് വില ഉണ്ട് ബ്രോ? ഇത് നിങ്ങൾക്ക് ഏത് ഗിയറിന് കൊടുത്തുള്ളൂ 450-500 അത്ര വരുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ റിവേഴ്സും നിങ്ങളുടെ വണ്ടിക്ക് ഓരോ വണ്ടിക്ക് റിവേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതിനുള്ളതുണ്ട്. അതിനുള്ളതുണ്ട്. അത് നമ്മൾ സ്റ്റോക്ക് ഉള്ളിലുണ്ട്. ഞാൻ കാണിച്ചു തരാം, വീഡിയോ പോകുമ്പോൾ തന്നെ കാണിച്ചു തരാം. കാരണം ആ സാധനമാണ് നമുക്ക് എവിടെയും കിട്ടാത്ത. നോർമൽ ടൈപ്പ് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. പിന്നെ ഇതെന്താ? ഇത് നമ്മുടെ ഹൈ മൂവിങ് സാധനമാണ്. ചെറിയ സ്ക്രാച്ച് റിമൂവ് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് കുറച്ച് കോസ്റ്റ്ലി 250 ആണ്. പക്ഷെ 100% വർക്കിംഗ് ആണ്. ഓക്കെ, അത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോട്ടെ. ഈ 100% ഇപ്പം ധൈര്യം പറയണ്ടേ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അതേപോലെ നമ്മുടെ സുസുക്കി വണ്ടിന്റെ ബാക്ക് റിഫ്ലക്ടറുകൾ, ഓക്കെ, അടിയിൽ വരുന്ന ഡമ്മിയിൽ കൊടുക്കുന്ന റിഫ്ലക്ടർ നമ്മുടെ i20 ഒക്കെ ഉണ്ടോ? i20 ഉണ്ട് അല്ലേ? നല്ല അടിപൊളി സാധനം കേട്ടോ. കാരണം ഏറ്റവും അടിഭാഗത്തൊരു ഇത് വരുമല്ലോ റിഫ്ലക്ടർ, അവിടെ നമുക്ക് അത് മാറ്റിയിട്ട് ഇത് വർക്കിംഗ് കൊടുക്കാം. ഇതിൽ ഓരോ മോഡലുകളുണ്ട്. മാട്രിക്സ്. ഇത് നിങ്ങൾക്ക് സുസുക്കി ഒക്കെ എടുക്കാൻ 450 രൂപ വരുള്ളൂ. തുടങ്ങി എത്ര വരെ ഉണ്ട്? 450 തുടങ്ങി 600 വരെ. 150 രൂപ വ്യത്യാസമുള്ളൂ. 150 രൂപ വ്യത്യാസം. ഇത് ചോദിക്കാൻ പറഞ്ഞു, ഇത് നമുക്ക് എത്ര സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഇത് നമുക്ക് 300 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാം ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. 300 മുതൽ എത്ര വരെ ഉണ്ടാവും? ഇത് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ മോഡൽ 300 തൊട്ട് 600 വരെ. അത്ര ഉണ്ടല്ലേ? 600 വരെ. ഓക്കെ, പിന്നെ ഇനി ഇതിന്റെ ഉള്ളോട്ട് വരുമ്പോൾ 1-2 സംഗതികളും കൂടി നമുക്ക് ഇവിടെ കാണിച്ചൊക്കെ പോവാം അല്ലേ? പിന്നെ ഇതൊക്കെ നമ്മുടെ എന്താ ആന്റി ഗ്ലെയറിന്റെ ഇതൊക്കെ വിൻഡോയിൽ ഒട്ടിക്കുന്ന ആന്റി ഗ്ലെയർ വർക്കിംഗ് ആണോ ബ്രോ? പ്രോപ്പർ വർക്കിംഗ് ആണ്. പക്ഷെ ഒരു 3 മാസം വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ ഹോൺ ഐറ്റംസ്, ഹെവി സാധനങ്ങള്. നമ്മളെ ഇത് കുറച്ചുകൂടി ഹെവി അല്ലേ? ഇത് എയർ അല്ലേ? പ്രോപ്പർ എയർ ഹോൺ ആണ്. പക്ഷെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ആള് ഇത് നമ്മുടെ വണ്ടിക്ക് നമ്മുടെ കേരളത്തിൽ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഇത് സിംഗിൾ ടോൺ ആണ്. അതെ അല്ലേ? വലിയ വണ്ടി, പിക്കപ്പ്, ട്രാവലർ, അങ്ങനത്തെ വലിയ വണ്ടികൾക്കൊക്കെ വെക്കാം. പറ്റൂല്ലേ? ഇതൊക്കെ എന്ത് പ്രൈസ് ഉണ്ട്? ഇത് ഒന്ന് നിങ്ങൾക്ക് ഒരു 700 രൂപീസ് വരും. 700 രൂപ ഉള്ളൂ? 700 രൂപ ആണോ? അതിനുള്ള നല്ല മോട്ടറൊക്കെ ഉണ്ടല്ലോ. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഹെഡ്ലൈറ്റുകളാണ്. ഹെഡ്ലൈറ്റിന്റെ ബൾബ് LED യാ? ഓക്കെ, ഇതൊക്കെ നോക്കിക്കോട്ടെ കേട്ടോ. ഇതൊക്കെ എന്ത് റേറ്റ് വരും? ഇതൊക്കെ ബേസിക് 1500 രൂപ. 80 വാട്ട്സ് 1 ഇയർ വാറന്റി. 1500 രൂപ സ്റ്റാർട്ടിങ്. നോർമൽ സാധനങ്ങൾ അല്ലേ? അത്യാവശ്യം വെളിച്ചം ഉണ്ടാവില്ലേ? അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് നമുക്ക് വേറെ സെക്ഷൻ അവിടെ ഉണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതൊക്കെ എന്താ കുറെ ലൈറ്റ്, നിയോൺ ലൈറ്റ്, നമ്മള് ട്രാവലറിലൊക്കെ ഉപയോഗിക്കും. ആംബിയന്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ അല്ലേ? ഇതൊക്കെ എന്ത് പ്രൈസാ? ഇതൊക്കെ നിങ്ങൾക്ക് 300 രൂപ വരുള്ളൂ. റോൾ 5 മീറ്ററിന്റെ. ഈ റോളിനോ? ഒരു ഫുൾ റോൾ 300 രൂപ വരുള്ളൂ. വെറുതെ വേണമെങ്കിൽ മേടിച്ചോട്ടെ വീട്ടിലൊക്കെ ഒക്കെ. കാരണം ഇത് സാധാരണ മിന്നണ LED കൊടുക്കണ്ടേ 300 രൂപ അല്ലേ? അത് കൊള്ളാട്ടോ, 300 രൂപയ്ക്ക് കിട്ടും ഇത്. പിന്നെ ഇതൊക്കെ വരുമ്പോൾ ഇത് അതേപോലത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ കാലിന്റെ അടിയിൽ റിമോട്ട് വിത്ത് റിമോട്ട് 500 രൂപ. റിമോട്ട് അടക്കം 500 രൂപ. ഇത് നമ്മുടെ മറ്റേ ഇതിൽ കുത്തുന്ന കേട്ടോ. റിമോട്ട് ഇല്ലാതെ മോഡൽ 350 രൂപ വരും. ആംബിയൻ ലൈറ്റ് ഉണ്ടോ ബ്രോ? ആംബിയൻ ലൈറ്റ് ഉണ്ട്, അത് കാണിച്ചു കേട്ടോ. അത് നല്ല ക്വാളിറ്റി തന്നെ. അതുപോലെ ടെയിൽ ലാമ്പിൽ ബാക്ക് സൈഡിലൊക്കെ ലൈറ്റ് ഉണ്ടാവുമല്ലോ. ഡിക്കി സ്ട്രിപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ഡിക്കിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണുന്നത് അല്ലേ? എന്ത് പ്രൈസ് ഉണ്ട്? ഇത് 400 രൂപ. 400 രൂപ. അടിപൊളി കേട്ടോ. പിന്നെ വേറൊരു കേസ് പറഞ്ഞുതരാം. ഇവിടെ ഹെഡ്ലൈറ്റ് ഒക്കെ കുറെ ഇരിക്കുന്നതാണെന്നുണ്ടല്ലോ. ഹെഡ്ലൈറ്റ് നമുക്ക് ചെറിയ വണ്ടികളിലെ ഒരു മാക്സിമം റണ്ണിങ് മോഡലിന് എല്ലാ വണ്ടികളിലും ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ എന്താ ഏതിന്റെയാ? ഇത് മാറുതി 800 ഉണ്ട്. ഇത് നമുക്ക് വെറും കേരള കസ്റ്റമർ മാത്രമേ ഉള്ളൂ. ഇത് 500 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. രണ്ടും കൂടിയാ? ഒരു പീസ്. ഒരു പീസിന്റെ MRP നിങ്ങൾക്ക്
640 രൂപ, 140 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് 500. അതായത് ഈ ഷേപ്പ് വരുന്ന സാധനം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ചോ, നല്ല സാധനങ്ങളാണ്. ഇപ്പൊ അത് പഴയ വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ ഇതൊന്നും സംഭവം. ഇത് നമ്മുടെ ഫോഗ് ലാമ്പ് ആദ്യം വലിയ വലിയ മണ്ടകൾ വെക്കും, ഇപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഫൈനൊക്കെ കിട്ടുന്ന സാധനം വെക്കാൻ പറ്റില്ലല്ലോ അല്ലെ. ഇതിപ്പോ ബമ്പറിന്റെ ഇടയ്ക്ക് വെച്ചാൽ ആർക്കും അറിയാൻ പറ്റും, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഓൺ ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തത്തോടു കൂടി യൂസ് ചെയ്യാൻ, ഇതൊക്കെ കാണിച്ചു തരുന്നു സാധനം ഉണ്ടെന്ന് കാണിക്കുന്നുള്ളൂ. കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ മറ്റാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അടിച്ചു കൊടുക്കാനുള്ളതല്ല അല്ലെ. അങ്ങനെ കുറെ കാണിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി പറഞ്ഞാണ് ഉത്തരവാദിത്തത്തോടു കൂടി ആവശ്യം വരുമ്പോൾ അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം അല്ലെ. എന്തുവരുണ്ട് ഇത് ഫുൾ മെറ്റൽ. നിങ്ങൾക്ക് രണ്ട് പോയിന്റ് വരുന്നത് പെയർ 1000 രൂപ, 3 വരുന്നത് 1300, ഇതോ 4 വരുന്നത് 1500 പെയറിന്, രണ്ടെണ്ണം കൂടി. ഇപ്പൊ ഇതിന്റെ 2 എണ്ണത്തിന് 1500 രൂപ. ഇത് വൈറ്റും വരും എല്ലാം വരും, ഒന്നിൽ തന്നെ. ഇതിന്റെ ക്ലാമ്പും കിറ്റും സാധനങ്ങളും ഈ ടൈപ്പിലൊക്കെ ഉള്ള ഒരുവിധം എല്ലാ വണ്ടിക്കും അല്ലെ, നോർമൽ വണ്ടിക്കുള്ള എല്ലാത്തിനും ഉള്ള എല്ലാ വണ്ടിക്കും സൂട്ട് ആവും. ഇത് ഞാൻ 1500 രൂപ സ്റ്റാർട്ടിങ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ 1000 രൂപ ഉള്ളതിന്, 1000 രൂപ പേര് അടിപൊളി 2 പീസിന് 1000 രൂപ വരും പേരിന് അല്ലേ. അപ്പൊ എന്തായാലും നമ്മള് ഇത്രയും സമയം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഫോഗ് ലാമ്പിന്റെ ഒരു സെക്ഷൻ ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഫോഗ് ലാമ്പാണ്. പല മോഡലുകളുണ്ട്, നിങ്ങൾ ഏത് മോഡൽ കണ്ടിട്ട് വന്ന് ചോദിച്ചാലും. അതായത് ഈ സാധനമൊക്കെ ഇല്ലേ, അതായത് ഇത് നമ്മുടെ വണ്ടിയിൽ തന്നെ ഉള്ള ഗ്യാപ്പിൽ വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് അഡീഷണൽ വെക്കുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ വേണ്ടവരും എടുത്തോളൂ. പിന്നെ ഇനി എന്താ അടുത്ത സാധനം? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ വാക്യൂം ക്ലീനർ ഉണ്ട്, അതൊക്കെ 450 രൂപ വരെ ഉള്ളൂ. 450 രൂപ വയർലെസ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഇതിന് കുഴപ്പമില്ലാത്ത പവറാണ്. പക്ഷെ ബേസിക് എല്ലാ വണ്ടിയിലും ഉപയോഗിക്കാം നമ്മള്. ഒന്ന് എല്ലാ വണ്ടിയിലും ഒന്നുള്ളത് നല്ലതാണ്. നല്ല ഇതുണ്ടല്ലോ, നല്ല വലിക്കുന്നുണ്ട് കേട്ടോ സാധനം. ഇത് ഡബിൾ ആയിട്ട് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വാക്യൂം ആയിട്ട് യൂസ് ചെയ്യാം, ബ്ലോവർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ടേ സൗണ്ട് ഇല്ലായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. കുറച്ചൊന്ന് അല്ലേ, നല്ല കാറ്റും ഉണ്ട് അല്ലേ. 450 രൂപ വരുള്ളൂ. ഇൻക്ലൂഡിങ് ബാറ്ററി ഉള്ള ഒരു സാധനത്തിലാണ് ആ പ്രൈസ് പറയുന്നത് കേട്ടോ. വാറണ്ടി ഒന്നും ഇല്ലല്ലോ അല്ലേ? വാറണ്ടി ഇല്ല, വാറണ്ടി വരുന്ന ഐറ്റംസ് വേറെ ഉണ്ട്. ഇത് ഡോർ വൈസർ. ഓക്കെ, ഒന്ന് ഓപ്പൺ ആക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇത് ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ പീസും ഉണ്ടാവും. 5 സീറ്റർ 5 സീറ്റർ എല്ലാ പീസും. 7 സീറ്റർ ഒക്കെ വരുമ്പോൾ എന്ത് പ്രൈസ് വരും? ഒരു ബേസിക് ചെറുതെടുക്കുമ്പോൾ ഒരു 400 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. 400 രൂപ മതി. 400 രൂപ ചെറിയ വണ്ടിക്ക്. ഒരു സ്വിഫ്റ്റ് i20 വാഗണർ അങ്ങനത്തെ വണ്ടികൾക്ക് ഒരു 500 രൂപ. അതായത് ഞാൻ എന്താ പറയുക, നമ്മളിപ്പോൾ കേരളത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഈ വിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷെ ഇത് 400 രൂപയ്ക്കൊക്കെ ഒരു വണ്ടിക്കുള്ള സാധനം എന്ന് പറയുമ്പോൾ അത് നല്ല അടിപൊളി പ്രൈസ് തന്നെയാണ് കേട്ടോ. അടിപൊളി പ്രൈസ്. ഇതൊക്കെ പിന്നെ വേറൊരു കേസ് ഉണ്ട്, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി നല്ല സാധനം. ഇതൊക്കെ സ്വിഫ്റ്റിനൊക്കെ പറ്റുമോ? ഇത് ഇഞ്ചക്ഷൻ മോൾഡിംഗ്. ഇത് ഞാൻ പറഞ്ഞില്ല, ചെറിയ മോഡലുകൾക്കൊക്കെ 400 രൂപ. മീഡിയം ഇത് മാറുതി 800 സ്വിഫ്റ്റ് i20 ഒക്കെ 400 രൂപ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് കണ്ട് ഇത്രയും മടങ്ങല്ലേ. ഇഞ്ചക്ഷൻ മോൾഡിംഗ് ആണ്, വളരെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഇതൊന്നും ആവൂല, ഒന്ന് നല്ല വെയിലത്ത് നിർത്തിയിട്ട് അങ്ങ് ഒട്ടിച്ചാൽ പിന്നെ പൊളിയുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി. ടേപ്പ് ബാക്കിൽ 3M ടേപ്പും കൊടുത്തിട്ടുണ്ട്. അതെ അല്ലേ. ഇതിന്റെ ഒരു പ്രശ്നം, നമ്മൾ അറിയാണ്ടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തിയാൽ നോർമലി പൊട്ടിപ്പോകും. എല്ലാത്തിന്റെ പൊട്ടൂല, അതാണ് ഗുണം. കൊള്ളാട്ടോ. 400 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതായത് സ്വിഫ്റ്റ് അതിന്റെ ഒക്കെ ഒരു 500 രൂപ വരും. പിന്നെ ഇനോവ അങ്ങനത്തെ വലിയ 6 പീസ് വരും, അതിന് 600 രൂപ. ഓക്കെ, അതായത് നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ ഒരു പീസിൽ ഇരട്ടിയൊക്കെ ലാഭം എടുക്കുക. അതിൽ കൂടുതലൊക്കെ എടുക്കുന്ന മോശാട്ടോ. കാരണം ഞാൻ വില വെച്ചപ്പോൾ കയ്യിലും കൂടുതലൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും പറഞ്ഞതന്നെ ഉള്ളൂ കേട്ടോ, ആരും ഇനി കുറ്റം പറയണ്ട. ഇനി വേറെ എന്തൊക്കെയല്ലേ? പിന്നെ നമ്മുടെ ഈ റേറ്റ് കുറഞ്ഞ സ്റ്റിയറിംഗ് കവർ ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്ത്, അത് നോർമൽ വണ്ടിക്ക് വരുന്നത് അല്ലേ? ഇത് 150 രൂപ. അതായത് ഇപ്പൊ നോർമലി ആരും തന്നെ ഇങ്ങനെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ബസ്സിലൊക്കെ യൂസ് ചെയ്യുള്ളൂ അല്ലേ. ചെറിയ വണ്ടി എല്ലാ മാക്സിമം അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള വണ്ടി ഇപ്പൊ എല്ലാവരും സ്റ്റിച്ച് ചെയ്യും. ഏറ്റവും കൂടുതൽ സ്റ്റിച്ചും ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിന്റെ കുറെ ഐറ്റംസ് ഉണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്. ബേസിക് സാധനം ഇതാണ്. അല്ല, ഇത് 150 രൂപ അല്ലേ പറഞ്ഞത്? 150 രൂപ. ഇത് ഒരുവിധം വണ്ടിക്ക് എല്ലാത്തിനും പറ്റും. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. 150 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ആണെങ്കിലോ ഇതൊരു 200 രൂപ വരെ ഉള്ളൂ. 200 രൂപ സ്റ്റിച്ച് ആണോ? ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെതറാണ്. അതിന്റെ ഒപ്പം നമുക്ക് സൂചി നൂലെല്ലാം കാര്യങ്ങളൊക്കെ, സൂചി നൂലടക്കം ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിന്റെ ഒരു എന്താ പറയാ, ഒരു മെറ്റീരിയൽ നല്ല രസമാണ്. പിന്നെ ഒന്നുകൊണ്ട് വേറൊരു മെറ്റീരിയൽ അവിടെ ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഇത് 200 രൂപ ഉള്ളൂ അല്ലേ? 200 ഉള്ളൂ. ഓക്കെ, നല്ല സാധനമാണ്. ഗ്രിപ്പുള്ള സാധനമാണ്. പിന്നെ നമ്മള് ഡമ്മി സാധനം, ടോയ് ഹൂക്കിന്റെ കേട്ടോ. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ സീറ്റിന്റെ മോളും വെക്കുന്ന. ഇപ്പൊ വേനലില് ഒരാവശ്യമുള്ള സാധനമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷർട്ടൊക്കെ നമുക്ക് വേർത്തു, അതായത് പുറം ചൂടാവില്ല. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ സംഗതികളൊന്നും ചൂടാവേണ്ടി കിട്ടിക്കോളും. എൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വണ്ടീൻ്റെ AC തന്നെ ആണെങ്കിലും ഒരു വെന്റിലേഷൻ കിട്ടും, പുറം ചൂടാവില്ല അല്ലേ.
കാരണം എനിക്കത് സാധനം പറഞ്ഞ ആവശ്യം. കാരണം ഞാൻ ആ കമ്പനി സീറ്റ് ആയിരുന്നപ്പോൾ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ആ സീറ്റ് കവർ മാറ്റിയല്ലോ. ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഓൾഡ് മോഡൽ എന്നൊക്കെയാണ്, പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ്. അത് മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മറ്റേ ഫാബ്രിക് അല്ലേ, നല്ല രസമുണ്ട്. ഇതിപ്പോൾ എന്ത് വിലയുണ്ട് ബ്രോ രണ്ടും കൂടി? ഇത് ഒരു പീസിന് 350. ആ അപ്പോൾ രണ്ട് പീസിന് 700. മാക്സിമം ആൾക്കാർ ഒരു പീസ് മേടിക്കുള്ളൂ. അല്ല നമ്മുടെ ആൾക്കാർക്ക് ഒരു ഡിസ്കൗണ്ട് ഓ അത് റെഡി ആക്കി തരാം, കൊടുക്കൂലേ? രണ്ട് പീസും കൂടി നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രൈസിൽ തരും കേട്ടോ. എന്തായാലും വേറെ എവിടെയും കിട്ടാത്ത പ്രൈസ് കൊടുക്കാം അല്ലേ? എന്തായാലും അടിപൊളി നല്ല വൃത്തിയുള്ള സാധനം. ഇത് പല കളേഴ്സ് വേണമെങ്കിൽ അതുണ്ട് കേട്ടോ. ബീജ് ബ്ലാക്ക് അങ്ങനത്തെ കളേഴ്സ് ഉണ്ട്. വെറുതെ വേണമെങ്കിൽ ബീജും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാ. ഈ കളർ ഉണ്ട്, ബ്ലാക്ക് വേറെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവം ഓട്ടോ ലാമ്പ്. ഇതൊക്കെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓരോ മോഡലാണ്, ഓരോ വണ്ടീൻ്റെ അല്ലേ? അടിപൊളി. അതുപോലെ ഈ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി കാണിച്ചു തരാം കേട്ടോ. അതായത് പിന്നെ ചെയിൻസ് നോക്കി, ഇതൊക്കെ നോർമൽ സംഗതി, ബേസിക്സ് ആണ്. ഏതെടുത്താലും 100 രൂപ. 100 രൂപ ഉള്ളൂ. 100 രൂപ. നമ്മുടെ എയർ ഫ്രഷ്നർ 50 രൂപ. അതായത് നമ്മുടെ വണ്ടിയിൽ തൂക്കുന്നത്. അതെ. അതായത് ഈ സാധനം കണ്ടില്ല നമ്മൾ ഈ വണ്ടി സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇട്ട് വരുന്ന സാധനം അല്ലേ? 50 രൂപ ഉള്ളൂ. 150 3 എടുക്കച്ച് 100 രൂപയ്ക്ക് തരാം. 150 രൂപ സാധനം 100 രൂപയ്ക്ക് അതാവാണല്ലോ. 3 പീസ് എടുക്കച്ച് 100 രൂപയ്ക്ക് തരാം. അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. എടാ ഈ കീച്ചനൊക്കെ എന്ത് റേറ്റ് ഉണ്ട്? ഏതെടുത്താലും 100 രൂപ. ഏതെടുത്താലും 100 രൂപ. നല്ല ക്വാളിറ്റി സാധനം. ടൊയോട്ട ഉണ്ട്, ഹോണ്ട ഉണ്ട്, സുസുക്കി ഉണ്ട്, പിന്നെ എപ്പോഴും നോക്കിയാൽ ഹുണ്ടായി മാത്രമല്ലല്ലോ, ഉണ്ട് ഉണ്ടല്ലേ? അതൊക്കെ മഹീന്ദ്രന്റെ ന്യൂ മോഡലിന്റെ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇങ്ങനത്തെ എന്താ പിന്നെ നമ്മുടെ മോമോ നമ്മുടെ 800 സെൻ ആൾട്ടോ ഒക്കെ ഓൾട്ടർ ചെയ്യാൻ പറ്റിയ സ്റ്റിയറിംഗ് അല്ലേ? സ്റ്റിയറിംഗ്. ഇതിന് നീ ജസ്റ്റ് ഇതിന്റെ പ്രൈസ് ഒന്ന് പറയുന്നത്. ഈ സാധനത്തിന് എന്ത് വിലയിട്ട്? ഇതിന് നമുക്ക് 1200 രൂപ. ഹബ്ബ് അടക്കം 1500. ഹബ്ബ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സാധനം വരും, ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓരോ വണ്ടിക്ക് ഓരോന്നാണ്. അപ്പോൾ അതടക്കം ഇപ്പോൾ ഇത് നമുക്ക് അൾട്ടോയ്ക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ആൾട്ടോയ്ക്ക് ഫിറ്റ് ചെയ്യെങ്കിൽ സുസുക്കിയുടെ ഹബ്ബും ഇതും കൂടി 1500 രൂപ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ സാധനം നിങ്ങൾക്ക് 1500 രൂപയ്ക്കാണ് തരുന്നത്. വിത്ത് ഹോൺ ബട്ടൺ അടക്കം തരും. ഇത് ഹോൺ അടക്കം വർക്ക് ചെയ്യും അല്ലേ? ഹോൺ അടക്കം തരും. അതിന്റെ വയറിംഗ്, ലോഗോ, സ്റ്റിക്കർ എല്ലാം തരും. അതെ അല്ലേ? എനിക്ക് കിറ്റായിട്ട് തരുമ്പോൾ ആ സംഭവം എല്ലാം തരും. ഇതിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. ഇതിലും കുറച്ച് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എന്നോട് പറയാം, ഞാൻ വീഡിയോ എടുത്ത് തരാം അല്ലേ? ഗ്യാരണ്ടി. ഇതിൽ കുറേ മോഡൽസ് ഉണ്ടോ? കുറേ കളേഴ്സ്, കുറേ മോഡൽസ് ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മഞ്ഞ ഇപ്പോൾ ഓൾറെഡി മഞ്ഞ കാണിച്ചു. ഇത് ബ്ലാക്ക് നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. ബ്ലാക്ക്, സിൽവർ, അങ്ങനെ വണ്ടീന്റെ ബോഡി കളർ അനുസരിച്ച് നമ്മൾ കൊടുക്കാം. ഇത് ബ്ലാക്ക് എന്താ പറയുക, കവർ പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് നോക്കി, നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. ഇതെല്ലാം 1500 രൂപ അല്ലേ? 1500 രൂപ. അതിൻ്റെതാ ഈ ഇരിക്കുന്ന മുഴുവൻ ഐറ്റംസ് ആട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ. പിന്നെ ഇതൊരു വെറൈറ്റി സംഭവമാണ്. ഇത് അതാ നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും, ഗ്ലാസ് ക്ലീനർ. ഇത് കണ്ടിട്ടുണ്ട്. അതായത് മുട്ട എറിയുന്നു അല്ലേ? പല പല സാധനങ്ങൾ എറിഞ്ഞിട്ട് അവസാനം ഒരു എക്സ് ഒക്കെ ആയിരിക്കും. ഇത് വെള്ളടിക്കുമ്പോൾ അത് മാത്രം ക്ലിയർ ആയിരിക്കണം. ആ ഒരു സാധനം വർക്കിംഗ് ആണ്. നല്ല ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. 200 രൂപ വരും. അതായത് ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉരയ്ക്കാൻ പറ്റും കേട്ടോ. കഴിയുമ്പോൾ നമുക്ക് ഓയിലൊക്കെ പോകും, ഓയിൽ സ്റ്റെയിൻ. ബോഡിയിലേക്ക് പറ്റില്ലായിരിക്കും, ഗ്ലാസ് മാത്രം. ഗ്ലാസ് കൊള്ളാട്ടോ. അതൊക്കെ ആർക്കെങ്കിലും വേണം. ഇത് എന്ത് വിലയുണ്ട്? 200 രൂപ. 200 രൂപ ഉള്ളൂ. നമ്മുടെ ഫോർച്യൂണർ, ന്യൂ ഫോർച്യൂണർ ടൈപ്പ് മിറർ, ഓൾഡ് ഫോർച്യൂണർ ടൈപ്പ് മിറർ ഇതുവരെ കണ്ടിട്ടുണ്ടാവും നമ്മൾ. അതെ അതെ അതെ. ബോണറ്റിന്റെ സൈഡിൽ വെക്കുന്ന അല്ലേ? നല്ല ക്വാളിറ്റി 1000. ഇത് ഇതിന് 1000 സ്റ്റാർട്ടിങ് 400 രൂപ തൊട്ടുണ്ട്. ഇതിന് 1000. അല്ല ഈ സെയിം സാധനം 400 രൂപ. ഈ സെയിം സാധനം 400 രൂപയ്ക്ക്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനം. ഇതിന് 1000. ഇതിന് 1000. അടിപൊളി കേട്ടോ. ഇന്നോവ, ഫോർച്യൂണർ അല്ലേ? അതെ. വലിയ വണ്ടി ഓൾട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിടാം. അതൊക്കെ വിടാം. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവർ പറയുന്ന പ്രൈസ് ആണ്. പ്രൈസ് അടിപൊളി പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് നമ്മുടെ പോലീസ് ലൈറ്റ്, കോപ്പ് ലൈറ്റ്. ഇത് വെച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ അട്ട പിടിക്കും. ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, വേണ്ടവർ വെച്ചോളൂ കേട്ടോ. ഇത് നോക്കി, നമ്മുടെ നെക്ക് പില്ലോ. ഇതൊന്ന് എടുത്ത് ഒന്ന് അമർത്തി നോക്കി. അതായത് ഇത് മറ്റേ മെമ്മറി ഫോം ആണ്. നല്ല ക്വാളിറ്റി സാധനം. ഇതിൽ കുറെ കളേഴ്സ് ഉണ്ട്. ഇത് 2 എണ്ണം വരും 650 രൂപ. 650 രൂപയ്ക്ക് 2 എണ്ണം. ശരിക്കും പോയ പ്രാവശ്യം 700 വരുന്നു. ഒരു മിനിറ്റ്, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല. ഇത് കാണിച്ചോ ബ്രോ, അത് കണ്ടോ? ഇതാണ് ആ മെമ്മറി ഫോം. പുറത്ത് കിടിക്കും. അതായത് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ സാധനം ഓൺലൈനിൽ മെമ്മറി ഫോമിന്റെ വില നോക്കുക, എന്നിട്ട് നിങ്ങൾ പറയാ അതെ അതെ ഒറിജിനൽ സാധനം കേട്ടോ. 650 രൂപ ജോഡി. അത് ജോഡിക്ക് 650 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരിടത്തും കിട്ടൂല കേട്ടോ. യൂസ്ഡ് വരെ കിട്ടാൻ പാടായിരിക്കും അല്ലേ? 1500 2000 ഒക്കെ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് 650 രൂപ അല്ലേ? ഇത് നമ്മുടെ ഗ്രിൽ ലൈറ്റ്. ഇത് ഇപ്രാവശ്യം വന്ന് വിത്ത് സോക്കറ്റ്, വയറിംഗ് കിറ്റ് എല്ലാം അടക്കം. അതായത് ഇത് ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമുക്ക് ഇപ്പോഴും വെക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല അല്ലേ? വിസിബിലിറ്റി കിട്ടുന്ന സാധനം. വിസിബിലിറ്റി 350 രൂപ ഉള്ളൂ ഒരു ബാഗിന്, ഒറ്റ സെറ്റിന്. ഒരു സെറ്റിന് 350. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഫോഗ് ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ മാത്രം കത്തിക്കുക. അതുപോലെ തന്നെ DRL കൊടുക്കുക അല്ലേ? എന്തെങ്കിലും ഒരു ഒക്കേഷണൽ ആയിട്ട് പോകുമ്പോൾ ഇട്ട് ഉപയോഗിക്കുക. പിന്നെ വേറൊരു കേസ് പറഞ്ഞുതരാം. ഇത് ഫിറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. DRL 2 വയർ സെപ്പറേറ്റ് കണക്ഷൻ എടുത്താൽ
ഈ സാധനം കത്തിക്കാം കേട്ടോ. നമുക്ക് വർക്ക്ഷോപ്പിൽ പോലും കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ട സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എളുപ്പം ഫിറ്റ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഇല്ലേ? അത്യാവശ്യം ലാസ്റ്റ് ചെയ്യൂലേ? നല്ല സാധനമാണ്, ഇത് കംപ്ലൈന്റ് വരില്ല. ഓക്കെ, നമുക്ക് കുറച്ച് ഹെഡ്ലൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? അതുപോലെ ഇതൊരു വെറൈറ്റി സാധനമാണ്, നമ്മുടെ ഹമ്മർ ലൈറ്റ് മോള് വെക്കുന്ന. ഇത് ഞാൻ കുറെ താറിൽ കണ്ടിട്ടുണ്ട്. താറില് ഒന്ന് പിടിച്ചോ, കാണിച്ചു കൊടുക്കാം. മൗസ് ലൈറ്റ് എന്നും പറയും. അതെ അതെ അതെ, ഇത് നല്ല രസമാണ്. അതായത് ഈ താറ് അതുപോലെ തന്നെ ജീപ്പൊക്കെ ഇല്ലേ, അതിനൊക്കെ വെക്കാൻ പറ്റും. ചെറിയ ലൈറ്റ് വരുള്ളൂ, പക്ഷെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഒരു അടിപൊളി ലുക്ക്. ജസ്റ്റ് ഒന്ന് പൊളിക്കുന്നുണ്ട്, ക്വാളിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നല്ല ഒട്ടിക്കലൊക്കെ ആണല്ലോ. പോട്ടങ്ങട്ട് ഇതുണ്ട്, ഇത് നല്ല ഗ്ലോസി ഫിനിഷ് ആട്ടോ. ഇത് സംഭവം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അത് ഇവിടെയാണല്ലേ ലൈറ്റ് കാണുക? അതെ, ഇത് വരുമ്പോ ഒരു വയറിംഗ് കിറ്റ്, ഒരു സ്വിച്ച് കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് വരും. എല്ലാം കൂടി വരും. എന്ത് വിലയുണ്ട് എല്ലാം കൂടി? ഇത് ഫസ്റ്റ് ക്വാളിറ്റി സാധനം 1100. 1100. ഓക്കെ, അത് ഈ 4-5 എത്ര പീസ് ഉണ്ട്? 5 പീസ് അല്ലേ? 5 പീസ് ലൈറ്റ് അടക്കമാണ് വരുന്നത്. 1100. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാണ്ട് കുറച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾ കുറച്ച് അധികമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട്, നിങ്ങൾ ചിന്തിക്കാത്ത ഡിസ്കൗണ്ട് ഒക്കെ ഇവർ തരും കേട്ടോ. കാരണം അത്രയും സാധനങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ട്. താഴെ പോയിട്ടോ, ഒന്ന് എടുത്ത് വെച്ചേരെ, നമുക്ക് സമയമില്ല, കുറച്ച് കണ്ട് എടുത്ത് വെക്കാം അല്ലെങ്കിൽ. പിന്നെ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇതാണ് അല്ലേ, ആംറസ്റ്റ്. ഇതൊക്കെ എന്ത് പ്രൈസ് ഉണ്ട് ബ്രോ? ആംറസ്റ്റ് ഈ മോഡൽ 900 തരാം, 900 രൂപയ്ക്ക് തരാം. വെറും 900 രൂപ. 900 രൂപയ്ക്ക് വിത്ത് കംപ്ലീറ്റ് കിറ്റ് അടക്കം. ഇതിനകത്ത് ഈ മൂവ് ചെയ്യാനുള്ള സെറ്റപ്പ് വരെ ഉണ്ട് കേട്ടോ, അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ നമുക്ക് ഇതും ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട് അല്ലേ? ഓക്കെ, സ്ക്രൂവും എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? ഇത് അതിന്റെ അടിയിലൊക്കെ വെക്കുന്ന സാധനം. ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഓരോ വണ്ടിക്ക് അനുസരിച്ച് പോലെ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് പ്രൈസ് കൊടുക്കാം? 900 രൂപ അല്ലേ? അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ, ലോക്കൽ സാധനം അല്ല ഈ പറയുന്നത്, നല്ല ലെതർ ക്വാളിറ്റി. ഇത് ഒറ്റ പീസേ ഉള്ളൂ, ഒറ്റ സാധനമുള്ളൂ. ഇതിൽ 2-3 ക്വാളിറ്റി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇതൊക്കെ എയർ ഓക്കെയോ? ഇത് എയർ ഹോണ് മൾട്ടി ട്യൂൺ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 750 തരാം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇപ്പോഴും ഈ ലോറികളിലൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക അല്ലേ? പുറത്തൊന്നും അങ്ങനെ കാണാറില്ല. ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇത് 2 ഹോൺ വെക്കുന്ന ഒരു വണ്ടിക്ക് സ്വിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത്. ഓക്കെ, അതായത് പ്രോപ്പർ എയർ ഹോൺ ആണ് ഇത്. നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന കാര്യത്തിന് ഒരു സംശയമില്ല. ബാക്കി ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ, ഇനി ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വെച്ചോളൂ അല്ലേ? 750. പിന്നെ ഇവിടെ കുറെ മാറ്റ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സാധനം കാണിക്കാനാണ്. പക്ഷെ ഒരു രക്ഷയില്ല അല്ലേ, വേർത്ത് കുളിച്ചു. ആ കണക്കിന് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഈ സാധനം തീരുന്നില്ല. ഓരോന്ന് നോക്കുമ്പോഴും പിന്നെ ഓരോന്ന് പൊന്തി വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അതും പറഞ്ഞു പോകുമല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസും ഇനി കുറച്ച് സ്പീക്കർ കാണിച്ചു കൊടുത്താലോ? ഹെഡ്ലൈറ്റ് കാണിച്ചിട്ട് ബാക്കി കാണിച്ചാലോ? ഹെഡ്ലൈറ്റിന്റെ ബൾബ് കാണിച്ചു കാട്ടുക. ഇതുണ്ടോ, അതായത് ഒരു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3500 രൂപയ്ക്ക് കാണിച്ച സ്റ്റീരിയോയില് അതിലും കുറഞ്ഞ പൈസക്ക് അല്ലേ? അതിലും വേറെ ഉണ്ട് അടുത്ത എപ്പിസോഡിൽ കേട്ടോ. അത് കാണിച്ചു തരാം, മിസ് ചെയ്യാണ്ട് കണ്ടോ. ഇനി ഹെഡ്ലൈറ്റ് കാണിച്ചു കൊടുത്താലോ? ഇതൊക്കെ എന്താ സംഭവം? ഇത് നമ്മുടെ ഫോഗ് ലാമ്പ് പ്രൊജക്ടർ ഒറിജിനൽ സാധനമാണ്, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. ഓൺലൈനിൽ 600-700 വരും. ഞാൻ ലാസ്റ്റ് 5000 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോ 5500 പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം 5000 രൂപ. ഇത് പൊട്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? പൊട്ടിച്ചു ഒന്ന് പൊട്ടിക്കോ. അത് സംഭവം എന്താണെന്ന് പലർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുന്നത്. അതായത് നല്ല അടിപൊളി ലെൻസ് വരുന്ന ടൈപ്പ്, നല്ല വെയിറ്റ് ഉള്ള ടൈപ്പ് സാധനം അല്ലേ? ഉള്ളിൽ ഷട്ടർ അടക്കം വരുന്നതാണ്. ആണോ? നോട്ടെ, മൾട്ടി കളർ 3 കളർ വരുന്ന. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നിലത്ത് വീണ പണിയായി 5000 രൂപ എൻ്റെ പോകും കേട്ടോ. കിട്ടിയില്ല സാധനം, ഹെവി സാധനം അല്ലേ? എന്താ പറയുക, ഈ സാധനം കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു 1000-400 ഗ്രാം ഉണ്ടാവില്ല ഇത് അല്ലേ? അത്ര വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇത് ഇൻബിൽഡ് ലൈറ്റ് വരുന്നത് അല്ലേ? ഇൻബിൽഡ് ഫുൾ പ്രൊജക്ടർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് അടിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇത് നമുക്ക് വാറണ്ടി ഉണ്ട്. എത്ര ഉണ്ട്? 1 കൊല്ലം വാറണ്ടി കൊടുക്കും. 1 വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ പഞ്ചിങ് ആണ്, വെള്ളം കയറൊന്നുമില്ല. വാറണ്ടി പക്കാണല്ലോ അല്ലേ? പക്ക വാറണ്ടി കൊടുക്കും. ഇതിനൊപ്പം നമ്മൾ ഒരു വാറണ്ടി കാർഡ് കൊടുക്കും. ഓക്കെ, റീപ്ലേസ്മെന്റ് അല്ലേ? റീപ്ലേസ്മെന്റ് വാറണ്ടി. ഓക്കെ, വാറണ്ടി ഉണ്ട് കേട്ടോ, ധൈര്യമായിട്ട് എടുത്തോ. 1 വർഷത്തിനുള്ളിൽ എന്ത് പറ്റിയാലും മാറ്റി തരും. അടുത്ത എന്തൊക്കെ സാധനങ്ങൾ? അതിന്റെ ഇവിടെ കംപ്ലീറ്റ് ഹെഡ്ലൈറ്റ് ബൾബുകളുടെ വെറൈറ്റി ആണ്. ഇത് കുറച്ച് വില ഉണ്ട്, ഇത് മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഹെഡ്ലൈറ്റ് ബൾബ് ഫുൾ ഹെഡ്ലൈറ്റ്. ഇത് ബേസിക് 1500, ഇതെങ്ങനെ 2000. കുറച്ച് മുമ്പ് ഞാൻ അപ്പുറത്ത് ഒന്നും കാണിച്ചു തന്നില്ല, അതിന്റെ തന്നെ പല ഇതൊക്കെ വാറണ്ടി ഉള്ളത് തന്നെയാ? നമ്മള് ഹെഡ്ലൈറ്റ് എല്ലാത്തിനും 1500 രൂപയ്ക്ക് 1 ഇയർ വാറണ്ടി. 1 ഇയർ. ചില നല്ല ഐറ്റംസ് 2 ഇയർ വരെ ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് 1 ഇയർ വാറണ്ടി 1500 രൂപയ്ക്ക്. ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2000 രൂപ വരും. അതായത് ഇത് എത്ര വാട്ട്സാ? 90 വാട്ട്സ്. 90 വാട്ട്സ് അല്ലേ? ഒരുവിധം സാധാ മാരുതി 800 വരെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 6000 രൂപ വരെ ബൾബ് ഉണ്ട്. ഇതൊക്കെ ഇത് ഏത് സാധനം? ഇത് ജി സോണിക്കിന്റെ. ഇത് എത്ര വാട്ട്സ്? നോക്കി 2 കൊല്ലം വാറണ്ടി. 24 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. അതായത് ഇത് 110 വാട്ട്സിൽ ഈ K ആണല്ലേ ഇതിന്റെ ബ്രൈറ്റ്നസ്? കെൽവിൻ വന്നിട്ട് ആ വൈറ്റ്.
പ്യുവർ വെയിറ്റ്. അതെ, ഇത് നല്ല അടിപൊളിയാണ്. ഒക്കെ ഹെവി സാധനങ്ങൾ. ഞാൻ അതിനകത്ത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഈ ഹെഡ്ലൈറ്റിന്റെ ബൾബിന്റെ കേസിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, 2 ബൾബിന്റെയും കൂടി പറയും ചിലപ്പോൾ അല്ലേ. ഓരോ ബ്രാൻഡിലും 2 ബൾബിന്റെ ഉണ്ടാവും, ഓരോ ബ്രാൻഡിലും സിംഗിൾ ബൾബിന്റെ വാട്ട്സ് മാത്രമേ ഉണ്ടാവൂ. ഇതിപ്പോ നമ്മൾ 110 പറഞ്ഞില്ലേ, അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 55 വാട്ട്സിന്റെ 2 ബൾബും കൂടി കൂടുമ്പോഴാണ് 110 വരിക അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ബൾബിൽ 110 വാട്ട്സ് കിട്ടുന്നു. ഒരിക്കലും അങ്ങനെയല്ല. അതിന് എന്തെങ്കിലും ഉണ്ട് എടുത്ത് പറഞ്ഞുതരാം. ഇതിന് എത്ര വേണം? 2000 രൂപ. അതിന് 2000 രൂപ. 2 വർഷത്തെ വാറന്റി ഉള്ള സാധനത്തിന് 2000 രൂപ കേട്ടോ വില. അടുത്തെന്താ? ഇത് വന്ന് നിങ്ങൾക്ക് മാവറിക്കിന്റെ. അതെ അല്ലേ. ഇത് നമുക്ക് 3500 രൂപ വരും. ഓക്കെ, ഞാൻ ഒന്ന് കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് എത്ര വാട്ട്സ്? ഇത് ഒരു ബൾബ് 200 വാട്ട്സ്. ഒരു ബൾബ് 200 വാട്ട്സ്. ഒരു ബൾബ് 200 വാട്ട്സ്. അപ്പോൾ മൊത്തം 400 വാട്ട്സ്. 400 വാട്ട്സ്. നോക്കിക്കോട്ടെ, ഇതിന്റെ ലൈറ്റ് ബ്രൈറ്റ് നോക്കിക്കോ. ഇതിന്റെ റേറ്റ് ഞാൻ ഇത് ലൈറ്റ് കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു. ഇത് 3500 വരും കേട്ടോ. നല്ല ഹെവി സാധനം. ഈ പകൽ വെളിച്ചത്തിൽ പോലും ഇത്രയും വെളിച്ചം ഉണ്ട് ഇതിന്. അടിപൊളിയാ അല്ലേ? അടിപൊളി സാധനമാണ്. അതായത് ഇതും ഞാൻ നേരത്തെ ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പറയുന്നു. അതായത് പലർക്കും ഇപ്പോൾ നമ്മൾ എൻ്റെ വയനാട്ടിലൊക്കെ പല റോഡുകളിലും വെളിച്ചം വളരെ കുറവാണ് അല്ലേ, ഭയങ്കര കർവുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈറ്റ് എനിക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം എൻ്റെയൊക്കെ വീടിൻ്റെ ഒരു ഭാഗം എന്നൊക്കെ പറയുന്ന അത്യാവശ്യം വൈൽഡ് ആനിമൽസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. വലിയ സംഭവം ഉണ്ടെന്നല്ല പറയുന്നത്, ചെറുതൊക്കെ. അപ്പോൾ നല്ല വെളിച്ചം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പർപ്പസിനൊക്കെ നമ്മളിത് ഉപയോഗിക്കും. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് തന്നെ വെളിച്ചം നമുക്ക് കാണാനല്ലേ, മറ്റൊരുത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ കാണിച്ചു തരുന്നത്. കാരണം ഹൈവേയിലൊക്കെ പോകുമ്പോൾ ചുമ്മാ ബ്രൈറ്റ് ഇട്ടിട്ട് അടിച്ചു പോകരുത് അല്ലേ. ഇത് ഞാൻ ഈ വീഡിയോയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് റേറ്റ് തരാം. 3500. 200 വാട്ട്സ് ഒരു ബൾബ് കേട്ടോ. ഒരു ബൾബ് 200 വാട്ട്സ്. അടിപൊളി കേട്ടോ, ഒരു ബൾബ് 200 വാട്ട്സ്. ഇത് പ്രൊജക്ടറിലൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഇത് നമ്മൾ ഒരു ഹോൾസെയിൽ ആയിട്ട് ഫുൾ ലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. 1000 വില അല്ല. ഇത് ശരിക്കും പറഞ്ഞപ്പോൾ നോർമലി ഇതിന് എന്ത് പ്രൈസ് ഉണ്ട്? MRP ഉണ്ട് ഇതിന് എന്തായാലും ഒരു 5000 മേലെ ഉണ്ടാവും പറയൂ അല്ലേ. ഇത് വാറണ്ടി ഉള്ളതല്ലേ? വാറണ്ടി ഉള്ളത്. എത്ര ഉണ്ടാവും? 2 ഇയർ ഉണ്ടോ? 2 ഇയർ വാറണ്ടി ഉണ്ട്. 2 വർഷം വാറണ്ടി ഉള്ളത് വെറും 3500 രൂപയ്ക്ക് ഒരു ബൾബ് 200 വാട്ട്സ്. പക്ക ഉണ്ടാവുമല്ലോ അല്ലേ? അതായത് ഇതും കൂടി നോക്കിയോ. ഇതിന്റെ 6000 K വരും, 22000 LM. അത് അതിന്റെ പ്രകാശത്തിന്റെ പറയുന്നത്. നിങ്ങൾ നെറ്റിലൊക്കെ നമുക്ക് മനസ്സിലാവും. ലുമിക്സ് അല്ലേ. ഇനി അടുത്തോ? ഈ സ്റ്റിയറിംഗ് കവർ ഒന്ന് നോക്കി. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ബാക്കി. അതെ അതെ. ഉള്ളിൽ ഗ്രിപ്പ് അടക്കം വരുന്നത്. ഇത് കുറച്ചുകൂടി പ്രീമിയം ആണ് കേട്ടോ. എല്ലാം മെറ്റീരിയലൊക്കെ പ്രീമിയം ആണ്. ഇത് ഞാനിപ്പോൾ എൻ്റെ വണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ വണ്ടി ചെയ്തതിൽ ഈ ഒരു സാധനം ഇല്ല, ഈ പൊന്തിക്കുന്നില്ല. പകരം അത് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. പക്ഷെ ഇത് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ. നല്ല രസമാണ്. ഇത് നോക്കി നല്ല സ്വേഡ് ടൈപ്പ് മെറ്റീരിയൽ വരുന്നതാണ്. ഇവിടെ ബാക്കിൽ ഗ്രിപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിൽക്കുന്ന ഗ്രിപ്പ് ഐറ്റം വരും. നിൽക്കും അല്ലേ. ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ ഭംഗി വരിക. അത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ വല്ല റീലൊക്കെ ആയിട്ട് ഏതെങ്കിലും വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ഇതിന്റെ ഒരുവിധം എല്ലാ കളറും ഉണ്ട് കേട്ടോ. അതായത് റെഡ്, ഈ ബ്ലാക്ക്, ബീച്ച് 4 കളർ ഉണ്ട് അല്ലേ. ആർക്കെങ്കിലും വേണം നോക്കിയാൽ. ഇത് വില കേട്ടെ. ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയാണ്. ഇത് മെക്സ്ലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനം. ഏത് കമ്പനി ആയാലും പ്രീമിയം ആയാലും നീ ലോക്കൽ വിലയ്ക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. 1000 രൂപ MRP, 650 രൂപ നമ്മുടെ വില. അടിപൊളി. ഒരു കൂടുതലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 650 രൂപയ്ക്ക് ഈ വക സംഗതികളൊക്കെ ഉള്ള സാധനമാണ് കിട്ടുന്നത്. അത് മോശമൊന്നുമില്ല കേട്ടോ. ഇതിന് ഒരു വണ്ടിക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ്. കൊള്ളാലോ. ഇത് നോക്കിയേ, നല്ല രസമുണ്ട് അല്ലേ. നല്ല സ്പോർട്ടി ലുക്ക് ആയിരിക്കും. പിന്നെ സൈഡൊക്കെ നമുക്ക് റെഡ് കളറൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ അതിനനുസരിച്ച് സീറ്റ് കവർ ഒക്കെ ഇടുമ്പോൾ അത് ഫ്രഷ് ലുക്ക് ആയിരിക്കും. ഓക്കെ, ഈ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്ലിയർ ആയില്ലെങ്കിൽ വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ വലിയ സംഭവം ഒന്നും അല്ല, എങ്കിലും ഒന്ന് കാണിക്കുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇതൊക്കെ സംഭവം. അത് ഹെഡ്ലൈറ്റ് വെറൈറ്റി പെട്ടിയൊക്കെ ആയല്ലോ. അതിന് ഞാൻ വരുമ്പോൾ കസ്റ്റമറോട് ചോദിക്കും ഏത് വണ്ടി അങ്ങടാന്ന്. അപ്പൊ അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇതൊക്കെ എന്ത് പ്രൈസ് ഉണ്ട്? ഇത് 3500. എത്ര വാട്ട്സ് വരും? ഇത് നമുക്ക് 180 വാട്ട്സ്. 180 അല്ലേ. 180. ഒന്നാണോ രണ്ടും കൂടിയാണോ? ഇത് രണ്ടും കൂടി 180. ഓക്കെ, അപ്പോൾ വലിയ നോർമൽ സാധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾ അതന്നെ ഞാൻ ഏത് വണ്ടിയാണെന്നുള്ളത് ചോദിക്കും, അതിനനുസരിച്ച് നമ്മളൊരു സജഷൻ. ഇതിപ്പോൾ നോർമലി നമ്മുടെ ഒരുവിധ ഹാച്ച് ബാക്കിനെല്ലാം യൂസ് ചെയ്തൂടെ? യൂസ് ചെയ്യാം. ഇത് 1 ഇയർ വാറണ്ടി വരുള്ളൂ. 3500 രൂപ അല്ലേ. ഇതിലിപ്പോൾ ഇഞ്ഞൊരു വെറൈറ്റി സാധനം 4000 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് സാധനം ഏതാ? ഏറ്റവും കൂടിയ സാധനം? ഏറ്റവും ടോപ്പ് സാധനം, ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് ഇത്. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയത്. 4000 രൂപ. അതായത് നമ്മുടെ കേരളത്തിൽ നമ്മൾ ബേസ് സാധനം വാങ്ങുമ്പോൾ ഏകദേശം ഈ പ്രൈസ് കൊടുക്കണം അല്ലേ. ഇവിടെ ഏറ്റവും ടോപ്പ് സാധനത്തിനാണ് ഈ പ്രൈസ് വരുന്നത്. ഇതാണ് ആ സാധനം കേട്ടോ. അത് ഡെമോ ഒന്ന് കാണിച്ചു തരാം. ഇത് വൈറ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. യെല്ലോയും ഉണ്ട്. ഇത് വാം. 3 കളർ ഉണ്ട്. 3 കളർ, 3 ഒരേ ബ്രൈറ്റാ? 3 ഒരേ ബ്രൈറ്റ്. അതായത് 180 വാട്ട്സിന്റെ ആണ്. അപ്പൊ ടോട്ടൽ എനിക്ക് തോന്നുന്നു 90 വാട്ട്സ് ഒരെണ്ണം വരും അല്ലേ. 3 കളർ വരുന്നതാണ് കേട്ടോ. ട്രൈ കളറാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് യൂസ് ചെയ്യുക അല്ലേ. ഇത് നമുക്ക് വല്ലാണ്ട് ഓപ്പോസിറ്റ് വരുന്ന കിടങ്ങാകില്ല. അതെ, കുറച്ച് പവർ കുറവായത്. പവർ കുറവായത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു സാധനം കൂടി കാണിച്ചു തരാം. ഇതാണെങ്കിലോ
ഇതൊക്കെ നമുക്ക് ബേസിക്സ് ആണ് 2500 3500 അങ്ങനെ 2-3 ക്വാളിറ്റി ഉണ്ട് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, നല്ല മോശമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുള്ള അടിപൊളി സാധനം. ഒക്കെ 3500 റേറ്റാ, 3000 രൂപ അല്ലേ. 3000. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് എന്താ കാണിക്കാനുള്ളത്? ഇനി ഇതിൽ ഹോണും കൂടി ഉണ്ട് അല്ലേ? ഹോണുണ്ട്. ഇതൊന്ന് അടിച്ചു വെപ്പിക്കോ. ഹോൺ ഞാൻ നോക്കി, ഇത് ഈ സാധനം ഈ N7 എന്നുള്ള സാധനം വെറും 250 രൂപയ്ക്ക് തരാം. 250 രൂപയ്ക്ക് ഇതിനോ? അതെ. സാധാരണ PP കിട്ടൂലല്ലോ 250. ഒന്ന് അടിച്ചേ ബ്രോ, ഒന്ന് അടിച്ചേട്ടാ, സൗണ്ട് കേട്ടെ. മാറിന്നോ? നല്ല സൗണ്ട് ഉണ്ട് അല്ലേ. 250 രൂപയ്ക്ക് ഇതാ സാധനം. കുറച്ച് ഇത് ബേസിക് സാധനമാണ്, കുറച്ച് നല്ലത് 550 രൂപ. ഏറ്റവും പവർ കൂടിയത് ഏറ്റവും പവർ കൂടിയത് ഇത്. അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് കേൾപ്പി. ഇതിനെന്താ വില? 650 ആയത്. 650 ആണ് ഇവരുടെ അടുത്തുള്ള ഏറ്റവും വില കൂടിയത്. നമ്മുടെ നാട്ടിലൊക്കെ 650 ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഒന്ന് അടിച്ചാ ബ്രോ. ഓ മതി മതി, അടിപൊളി സാധനം. ഇത് നമ്മുടെ ക്രെറ്റയിലൊക്കെ വരുന്ന ഫോഴ്സ്വാഗന്റെ ഒക്കെ അല്ലേ, കൊള്ളാട്ടോ. പക്ഷെ ഇതാണ് ഹൈയസ്റ്റ് മൂവിങ് സാധനം. ഇതും കൂടെ ഒന്ന് അടിച്ചോ. ഇത് നമ്മുടെ വണ്ടിയിൽ വെച്ചത് 550 രൂപ. ഓക്കെ, നല്ല സാധനമാണ്, മോശമൊന്നുമില്ല കേട്ടോ, നല്ല സൗണ്ട് ഉണ്ട്. ഇത് 550 രൂപ അല്ലേ. 550 രൂപ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൈസിൽ ഇവിടെ അല്ലാണ്ട് ഓൺലൈനിൽ പോലും കിട്ടില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും വേറെ ഹെഡ്ലൈറ്റ് നമ്മളെ ഒരു GPS ആണിത്. ഓക്കെ, GPS നമ്മുടെ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ കാണിച്ചു കേട്ടെ. ഇപ്പൊ ഈ കേരളത്തില് ടാക്സി വണ്ടികളിലൊക്കെ ഇത് വേണം നിർബന്ധം. എല്ലാ വണ്ടിക്കും യൂസ് ചെയ്യും. ഇത് RTO അപ്രൂവ്ഡ് ആണോ? RTO അപ്രൂവ്ഡ് ആണ്. ഓട്ടോ വിഗോ എന്ന് പറഞ്ഞ ഇത് രജിസ്റ്റേർഡ് ബ്രാൻഡ് ആണ്. ഓക്കെ, ഒരു കൊല്ലം നിങ്ങൾക്ക് റീചാർജും ഉണ്ട് ഇതില്. ഇതിന്റെ MRP 4000 രൂപയാണ്. നമ്മൾ ഇവിടെ ഒരു 3500 കൊടുക്കും. 3500 രൂപ 1 ഇയർ ചാർജ് അടക്കാം. 1 ഇയർ ചാർജ്, അതായത് സിം ഇടാൻ പറ്റുന്നത്. സിം ഇതിൽ ഓൾറെഡി ഉണ്ട്, നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആക്ടിവേറ്റ് ചെയ്തു. 3500 രൂപയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 10,000-6,000 രൂപ എങ്ങാണ്ട് വിലയുണ്ട് നാട്ടിലുള്ള സാധാരണ വണ്ടികളിൽ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം അറിയുള്ളൂ, ടാക്സിക്കാർ ഇത് മേടിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്താൽ ഇത് RTO അപ്രൂവ്ഡ് ആണെന്ന് ഉറപ്പല്ല? RTO അപ്രൂവ്ഡ് രജിസ്റ്റേർഡ് ബ്രാൻഡ്. ഓക്കെ, അത് നോക്കിക്കോളൂ, ഇതിന്റെ ബ്രാൻഡിന്റെ പേര് നോക്കിക്കോളൂ. അത് പുറത്ത് കിട്ടുന്നതിനേക്കാളും MRP-യേക്കാളും വില കുറച്ചിട്ടാണ് ഇവിടെ തരുന്നത്. ടാക്സിക്കാർക്ക് വളരെ ഉപകാരമുള്ള. ഇതില് ആപ്പ് വഴി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയിട്ടുണ്ട്, എത്ര സ്പീഡിൽ പോയിട്ടുണ്ട്, മനസ്സിലാവും. എല്ലാം എത്ര നേരം എവിടെ നിന്നിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് കിട്ടും. ശരി, നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ, അതായത് കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞു അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം, സ്റ്റീരിയോ സംഭവങ്ങളൊക്കെ. ഇതൊരു വെറൈറ്റി ലൈറ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് വേഗം കാണിച്ച് അവസാനിപ്പിക്കാം. ഇതൊരു ജസ്റ്റ് നോക്കി ഇത്. ഇത് കൊള്ളാലോ. ഇത് ഫോഗ് തന്നെ ബ്രോ? ഫോഗ് ആണ്. ഇത് പ്രീമിയം ക്വാളിറ്റി ആണ്. ഇതുവരെ കാണാത്തൊരു മോഡൽ അല്ലേ? നമ്മൾ പ്രീമിയം കാർസിലൊക്കെ പ്രൊജക്ടർ എന്ത് വിലയുണ്ട്? ഇത് കോസ്റ്റ്ലിയാണ്, 4000 രൂപ വരും ഇതിനാ. ഞാൻ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പ്രീമിയം സാധനം വണ്ടിയിൽ വെക്കണം. നല്ല ബ്രൈറ്റും ആണ്, നല്ല ബ്രൈറ്റ് ആണല്ലേ. ഇത് ഞാൻ ഒരിക്കലും 4000 രൂപയ്ക്ക് വാങ്ങിച്ചോളാം ഞാൻ പറഞ്ഞില്ല. 4000 രൂപയ്ക്ക് നമുക്ക് 10 വേറെ ഇവിടെ എടുക്കാം. നല്ല ഇതിനും ലൈറ്റ് ഉള്ളതല്ലേ, കാരണം നമ്മൾ കാണിച്ചു തന്നോളൂ, വേണ്ട വാങ്ങിച്ചോളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഇനി ഇവിടെ കുറെ സീറ്റ് ഓവർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ? അതെ, ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് സാധനങ്ങൾ, സാധനങ്ങൾ. ശരി, നോർമലി ഒരു 10-600 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യൂലേ? 10-600 തൊട്ട് സ്റ്റാർട്ടിങ്. ഓക്കെ, അങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ സീരിയോന്റെ ഐറ്റംസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണിച്ചാൽ, ഈ എപ്പിസോഡ് കാണിച്ചാൽ മിനി സീരിയൽ ആക്കേണ്ടി വരുമോ പറ്റൂല. നമുക്ക് 1-2 സംഗതികളും കൂടി പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് മുകളിൽ നോക്കി, ഇത് മേലെ, ഇതൊക്കെ ഐറ്റംസ് ആണ്. അങ്ങനെ കവർ ചെയ്ത് കൊണ്ടുപോകും. അതെ അല്ലേ. ഇത് നമ്മുടെ ഗ്ലൗ 50 രൂപ. ഇതൊക്കെ നോക്കി, നമ്മുടെ ജെൽ ടൈപ്പ് 750. ചാർജറുകൾ 200 തുടങ്ങി 500 വരെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ നോക്കി, ഗിയർ നോബ്, സ്പാർക്കോടെ കുറച്ച് ക്വാളിറ്റി ചാർജർ 500 രൂപ വരും. ഇതെന്താ സാധനം? അത് നമ്മുടെ ഫോം അടിക്കുന്നല്ലേ? അത് 250 രൂപ വരും ഒരു ക്യാന്. നമ്മൾ പുറം ചൂടാൻ വേണ്ടി നേരത്തെ കാണിച്ചതിന്റെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ സീറ്റ് ബെൽറ്റിൽ ഇടുന്ന കവർ, സ്പാർക്കോടെ. അത് അങ്ങനെ മാക്സിമം ഐറ്റംസ് കൊടുക്കുന്നത്. ഒരു സംഭവം കൂടി കാണിച്ചിട്ട് മാക്സിമം ഇത് അവസാനിപ്പിക്കാം. അതായത് കാർ ചാർജർ ആണ് കേട്ടോ. നല്ല അടിപൊളി ബ്രാൻഡിന്റെ അല്ലേ? അടിപൊളി സാധനം. ഇതൊക്കെ എന്ത് പ്രൈസ്? 500 രൂപ വരും. പക്ഷെ പ്രീമിയം ക്വാളിറ്റി ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇതങ്ങ് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കണം എന്ന് വെച്ചാൽ എല്ലാം കൂടി 10-40 മിനിറ്റ് ആയി. മെയിനായിട്ട് പറഞ്ഞ ഒറ്റ കേസുള്ളൂ. നമ്പർ ഈ വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇവൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി, തിരിച്ചയച്ചിട്ടു അല്ലേ? വാട്സപ്പ് വഴി ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് എന്താ വേണ്ടതെന്നുള്ളത്. കാരണം തിരക്കുണ്ടാകുമ്പോൾ പാടാണല്ലേ. കാരണം ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അത്രയധികം ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ അല്ലേ, നമ്മുടെ ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ എന്തായാലും. ഓക്കെ, കൊറിയറൊക്കെ ആണെങ്കിൽ അതിന് എക്സ്ട്രാ ഡിസ്കൗണ്ട് പിന്നെയും തരും കേട്ടോ. അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും